ഒരു സമയം 5 മണിയായി. NH12 നേരെ പോവും. അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ബർദ്ധമാൻ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് ഇനിയും കുറച്ച് ദൂരം ചെറിയ വഴിയാണ്. നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ. നല്ല വഴിയായിരുന്നു. നല്ലപോലെ ഉറങ്ങി. പിന്നെ വെയിറ്റും ഉണ്ടല്ലോ വണ്ടിക്ക്, ലോഡ് ഉള്ളതുകൊണ്ട് നല്ല അധികം ചെറിയ കട്ടറിലൊന്നും ചാടിയാലും കുഴപ്പമില്ല. പൊത്തോ ഒന്ന് പോയി ചടന്നോ. 5 മണി ആയതല്ലോ, നല്ലപോലെ വെട്ടം വീണു. സൂര്യൻ ഉദിക്കുന്നത് കാണുന്നില്ല. ഇവിടെ നല്ല മഴയായിരുന്നു തോന്നുന്നു. ഇത് പൊട്ടിയതായിരിക്കും. അന്ന് നമ്മൾ പോയപ്പോ പറഞ്ഞല്ലേ ഏതോ ചെക്ക് ഡാം പൊട്ടിയെന്ന് പറഞ്ഞ ഇവിടെ അല്ല, കൊറേ ചെല്ലുമ്പോഴ. ഇവിടുന്ന് ലെഫ്റ്റ് കുളി 37 കിലോമീറ്റർ, ബർദ്ധമാൻ 124 കിലോമീറ്റർ. ഈ 124 കിലോമീറ്റർ ഡബിൾ ലൈനാ, ഇതുപോലുള്ള വഴിയാണ്. ചിലയിടത്തിലും ചെറിയ വഴിയാണ്, ഇച്ചിരി വീതി കുറവുള്ളതും ഉണ്ട്. ഇത് വെള്ളം കയറി കിടക്കുന്ന തന്നെയാന്ന് തോന്നുന്നു. വെള്ളം കയറി കിടക്കുന്നതാന്നേ. മഴ പെയ്തിട്ടുള്ളൂ ഇത്ര വെള്ളം. നല്ല മഴയാണല്ലോ. എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പോഴും ഈ അടുത്ത സമയങ്ങളും മഴ പെയ്തെന്ന് തോന്നുന്നു. മഴ കുറഞ്ഞിട്ടൊന്നുമില്ല, അഴിയൊക്കെ തന്നെ ഇരിക്കുന്ന. ഉറക്കമൊന്നും വരുന്നില്ലല്ലോ? ഇല്ല, ഉറക്കമൊന്നും വരുന്നില്ല. ഞാൻ ഇന്നലെ നന്നായിട്ട് കിടന്നുറങ്ങിയോണ്ട് ഒട്ടും ഉറക്കം വന്നില്ല. നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഉള്ള വഴിയല്ലല്ലോ ഇത്. അല്ലല്ല, ആ വഴിക്കല്ല. നമ്മള് ബർദ്ധമാൻ ചെന്നിട്ട് വേറെ വഴിക്ക് പോകും. വേറൊന്നല്ല, നിന്നോട്ട് വന്ന വഴി മൊത്തം ഹമ്പും. അല്ല, അത് അവിടുന്ന് വന്ന് ആ വഴിയല്ല. കുറച്ച് ഹമ്പൊക്കെ കാണും. അല്ല, കുറച്ച് ഹമ്പ് കുഴപ്പമില്ല, അത് കൊറേ ഹമ്പുണ്ടായിരുന്നു. അത് ചോദിച്ചു. ചെറിയൊരു ലോഡ്, ലോഡ് എന്തരാന്ന് നോക്കി. രാവിലെ തന്നെ ഏറ്റവും നിരന്നിരുന്ന് പല്ല് തേക്കുന്ന കണ്ടോ. ഇവര് ക്ഷേത്രത്തിൽ പോന്നോ നമ്മളിന്നാളെ കണ്ടില്ലേ? കൊറേ പേരുണ്ട് വഴിയിൽ, ഇഷ്ടം പോലെ കണ്ടിപ്പോ. എല്ലാരും പല്ല് തേക്കുന്ന ഈ ആര്യവേപ്പിന്റെ കമ്പ് കൊണ്ടാ. ഇതല്ലേ കാവടിയല്ലേ? ഇവിടെ കാവടിയാന്ന് തോന്നുന്നു. ഇവിടെ ക്ഷേത്രത്തിലേക്ക് പോന്നാ അതോ ഇവിടെ വല്ലതും ആണോ? ഇവിടെ ഒരു കുഞ്ഞു അമ്പലം ഉണ്ട്. ഇവിടെ കേറിയിട്ട് പോകുന്നതാണോന്ന് അറിയത്തില്ലല്ലോ. ഇതൊരു അമ്പലം. ഇവരെ കുറച്ച് ദൂരമൊന്നുമല്ല, കൊറേ ദൂരം നടക്കുന്നതാന്ന് തോന്നുന്നു. എന്നാന്നറിയോ, ചിലരൊക്കെ ഇങ്ങനെ മടുത്ത് രാവിലെ ഇങ്ങനെ കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇതന്നെ ഇവിടെ ഒത്തിരി വണ്ടികൾ കിടപ്പുണ്ടല്ലോ. ഒരു ഐഡിയ ഇല്ല. നോ എൻട്രി ഒന്നും അല്ല, അല്ലേ? വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതുണ്ടോ, ഇവരെല്ലാം മീൻ പിടിച്ചിട്ട് വിൽക്കാനായിട്ട് പോകുന്നവരാ. ഗുഡ് മോർണിംഗ് മുത്തേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എപ്പോൾ കിടന്നുറങ്ങിയതായിരുന്നല്ലേ? ഞാൻ കിടന്നപ്പം 12:30 12:30 1 മണിയായി. രാവിലെ വിശക്കുന്നോ? ഇവിടെ വണ്ടി ഒതുക്കാവുന്നിടത്ത് വല്ലതും ഒതുക്കിക്കാം, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ഇവരെല്ലാം അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു പോകുന്നവരാന്ന് തോന്നുന്നു. അതെ, എവിടെയെങ്കിലും നിർത്തുവാണെങ്കിൽ ഞാൻ ഓടിക്കാം കുറച്ചു നേരം. ഇത് ഒരു വണ്ടി റിവേഴ്സ് പോകുന്നു. എന്ത് പറ്റി? എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അരുണാചൽ പ്രദേശിൽ നിന്ന് തിരിച്ചുള്ള യാത്രയിൽ നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാളിലാണുള്ളത്. അപ്പോൾ ഡ്യൂട്ടി ചേഞ്ച് ആക്കാനായിട്ട് നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് ടയറൊക്കെ ഒന്ന് നോക്കാം. അധികം കല്ലൊന്നും ഇല്ല ടയറിൽ. ഒത്തിരി കല്ലൊന്നുമില്ല, പക്ഷേ അച്ഛൻ പ്രത്യേകം പറഞ്ഞ് രാത്രിയിൽ ഡ്യൂട്ടി മാറുമ്പോൾ ടയർ നോക്കണമെന്ന്. ഇന്നലെ ഞാൻ ഡ്യൂട്ടി മാറിയപ്പോൾ അച്ഛൻ ടയറെല്ലാം നോക്കിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ടയർ ചെക്ക് ചെയ്യുന്നത് നല്ല, വല്ല ആണിയും കയറിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാം. അല്ല, താൻ ഓടിച്ചപ്പോൾ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിലേ പിന്നെ എൻ്റെ തലയിൽ ഇരിക്കുകയല്ലേ. ഞാൻ ഓടിച്ചപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല. പറ്റരുത്. വളരെ ശ്രദ്ധിച്ച് സ്മൂത്തായിട്ടാണ് ഓടിച്ചല്ലേ? സ്മൂത്തായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല, നല്ലപോലെ ഉറങ്ങി കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ കിടന്ന് ഉറങ്ങിയില്ലേ? ഇത്രയും ദിവസം വഴി മോശമായിരുന്നു, അതൊരു കാര്യം. ഇന്നലെ നല്ല വഴിയായിരുന്നു അല്ലേ? ഇന്നലെ തൊട്ട് നല്ല വഴിയായിരുന്നു. പുത്തേ ട്രാവലോയിൻ്റെ അരുണാചൽ പ്രദേശിൽ നിന്നും തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ഗ്രാമങ്ങളിലൂടെ നമ്മൾ കൽക്കട്ട ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമങ്ങളൊക്കെ ഉണർന്നു വരുന്നുള്ളൂ. ഇതൊരു ചെറിയ ടൗണാണ്. എല്ലാവരും സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് കച്ചവടമൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. മഴയായിരുന്നുകൊണ്ട് എനിക്ക് എല്ലായിടത്തും വെള്ളം കയറി കിടക്കുക. പാടത്തെല്ലാം കച്ചിയും കൊണ്ടൊരു ജുഹാട് വരുന്നുണ്ടോ. ഈ വഴി ഓടിയാൽ അങ്ങ് എത്തുകയില്ല.
ഒന്ന് ഇടയ്ക്കിടയ്ക്കല്ല ഇതുപോലെ ചെറിയ ചെറിയ ടൗണുകൾ. ഇതുപോലെ എവിടെയെങ്കിലും നിർത്തുവാണെങ്കിൽ നമുക്ക് കുറച്ച് പച്ചക്കറി മേടിച്ചിട്ട് പോവാം. ഇവിടെ നിർത്താൻ പറ്റത്തില്ല, കുറച്ച് മുന്നേ കൊണ്ട് നിർത്തേണ്ടി വരും. 1 മണിക്കൂർ കൊണ്ട് ഓടിയാലേ ഒരു 20 കിലോമീറ്റർ ഓടും അല്ലേ? 15 to 20 ഇടയ്ക്ക് 1 മണിക്കൂറിൽ ഓടാൻ പറ്റും. നമ്മുടെ ഗൂഗിൾ മാപ്പ് കിടന്ന് നല്ല ഉറക്കമാണ്. അതെ, ഇനിയുണ്ട് ഇവിടുന്ന് കൽക്കട്ടയ്ക്ക് ഒരു 150 കിലോമീറ്റർ കൂടുതലുണ്ടല്ലേ, ദൂരമുണ്ട്. ഇന്ന് നമുക്ക് കൽക്കട്ട പാസ്സാവണം. പിന്നെ അത് പാസ്സാവും നമ്മൾ. ഇവിടെ തൊട്ട് അങ്ങോട്ട് റോഡ് ബ്ലോക്കാണ്. വണ്ടി പിടിച്ചിട്ടേക്കുവാന്ന് തോന്നുന്നു പോലീസുകാർ വല്ലതും, എന്നാന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടി വരുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും അനങ്ങുന്നില്ല. എന്താണെന്നറിയത്തില്ല, ഭയങ്കര ബ്ലോക്കാണല്ലോ. ലോറികളൊന്നും വിടുന്നില്ലെന്ന് തോന്നുന്നു. ലോറികൾ മാത്രമേ തടഞ്ഞിട്ടിട്ടുള്ളൂ. ഇപ്പോൾ മുത്തിന് വിശക്കെന്ന് പറഞ്ഞു, നമുക്കത് എന്തെങ്കിലും കഴിച്ചാലോ? കഴിച്ചേക്കാം. എപ്പം വിടുമെന്നൊന്നും അറിയത്തില്ല. ഈ സൈഡ് വെച്ച് കുക്ക് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല, ഭയങ്കര ചൂടാണ്. നമുക്ക് പഴയ കഞ്ഞി എടുത്ത് കുടിക്കാം. കഞ്ഞി വണ്ടിക്കകത്തിരിപ്പുണ്ട് ക്യാബിനകത്ത്, ബാക്കി സാധനങ്ങളൊക്കെ എടുത്താൽ മതി, പ്ലേറ്റും ഉപ്പും ഒക്കെ. ബസ്സൊക്കെ റൈറ്റ് സൈഡിൽ കൂടെ കയറി പോകുന്നുണ്ട്. ഇവരെല്ലാം നമ്മൾ ആ വഴി കണ്ട ക്ഷേത്രത്തിലേക്കാണ്, വേറെ എങ്ങോട്ടേലും വേണോ? വേറെ ക്ഷേത്രം ഉണ്ടാവും. വേറെ അല്ലേ? കഞ്ഞി ഉപ്പും തന്നെ ശരണം. ശേ, എന്തെങ്കിലും മുത്തിരി നല്ലപോലെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കൊടുക്കാം. തൈരല്ലേ ഞാൻ നിങ്ങളോട് ചോദിച്ച തൈര്? അത് പറഞ്ഞു ഇവിടെ വന്ന ബ്ലോക്ക് ആവുന്ന അറിഞ്ഞോ? ഏതെങ്കിലും കടയിൽ നിർത്തി മേടിക്കണം, ഒതുക്കി നിർത്താന്ന് പറഞ്ഞോണ്ടാ വന്നേ ഞങ്ങള്. അന്നേരം ഒന്നും തൈരിന്റെ കാര്യം എന്നോട് പറഞ്ഞില്ല. ഇന്നലത്തെ പാവക്കാക്കറി ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഞാൻ വൈകിട്ട് നല്ലപോലെ ചൂടാക്കി വെച്ചതാ. സ്വാദിഷ്ടവും ഗുണമേന്മയുള്ളതുമായ പാവയ്ക്ക, അതും കയ്പില്ലാത്ത പാവയ്ക്ക. നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ച, നല്ല തീ വെയില, ഒരു രക്ഷയില്ല. ഏതായാലും കഞ്ഞി ഉണ്ടായിരുന്നോണ്ട് അത് കഴിക്കാനെങ്കിലും പറ്റി, അല്ലെങ്കിൽ പട്ടണി ഇരിക്കേണ്ടി വന്നേനെ. ഇവിടെ കടയൊന്നും ഒരു സുഖമില്ല, നല്ല കടയൊന്നും കണ്ടില്ല. ഒന്നൊരിക്കൽ ഞങ്ങൾ നോക്കിയതാണ് കടയുണ്ടോന്നൊക്കെ. കുഞ്ഞു കുഞ്ഞു മാടക്കടകളൊക്കെ കണ്ടുള്ളൂ. ചായക്കട ഉണ്ടായിരുന്നു ചായ കുടിക്കാൻ. ഇപ്പം വെയിലിൻ്റെ ഒരു ശകലം മയമുണ്ട് രാവിലെ ആയതുകൊണ്ട്. ശകലൂടെ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു മയോ ഇല്ല, എനിക്ക് വലിയ മയം തോന്നുന്നില്ല ഈ വെയിലിന്. ഇപ്പോഴും നല്ല ചൂടാണ്. രാത്രിയിൽ ഉറങ്ങാത്ത ആള്, അതായത് കോ ഡ്രൈവർ കിടന്ന് ഉറങ്ങിക്കോ, നല്ലപോലെ കിടന്നുറങ്ങിക്കോ. അതെ. പക്ഷെ ഒരു കാര്യമുണ്ട്, വാഷ്റൂമിൽ പോകാനുള്ള ഒരു സൗകര്യം ഇതുവരെ കിട്ടിയില്ലായിരുന്നു. അതെ. അതെ, ഇവിടെ എത്ര മണിക്ക് വന്നാ രാവിലെ? ഇവിടെ രാവിലെ 7:45 വന്നതാ. 10 മണി കഴിഞ്ഞു, 2.25 മണിക്കൂറായി. ഫറാക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇന്നലെ? ഫറാക്കെ ബ്ലോക്ക് ഇല്ലായിരുന്നു, അധികം ബ്ലോക്ക് ഒന്നുമില്ല, വഴിയൊന്നും നന്നാക്കിയിട്ടൊന്നുമില്ല. പിന്നെ വണ്ടി നമ്മൾ പോകുന്ന ലൈൻ ഫ്രീ ആയിരുന്നു, ഓപ്പോസിറ്റ് വരുന്ന ലൈനിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, കുറച്ച് വണ്ടി ഉണ്ടായിരുന്നു. അത് തീർന്നല്ലോ, എല്ലാം രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ വന്ന ഇപ്പൊ ചെല്ലും, ഇപ്പൊ എത്തും. അല്ല, പക്ഷെ ഇവിടെ വരെ പെട്ടെന്ന് ഓടിയെത്തിയായിരുന്നു നമ്മള്. എവിടെ പരിപാടി, അതാ പറഞ്ഞേ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഒരെണ്ണത്തിന്ന് കഴിഞ്ഞ അടുത്തൊരു കോ ഡ്രൈവർ സോജാവ് ഉറങ്ങണം. ചൂടാ, പക്ഷേ ചൂടാ, ചൂടാ, എന്നാലും ചൂടാ, അതുപോലത്തെ ചൂടാ, തീ ചൂടാ വീട്. സാരമില്ല, അതിനുള്ള പണി എ സി ഇല്ലാത്തവരെന്നെ കാണിക്കും. അതെ, അത് ഉറക്കണ്ടേ. അതാ ഞാൻ ആദ്യം ആലോചിച്ചത്, ഇവിടെ ഇത് ഇട്ടിട്ട് ഇതിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, അപ്പൊ ഇനി മറ്റേ വണ്ടിയിലുള്ളവരൊക്കെ എന്ത് ചെയ്യും? അതാണ് ലോറി ലൈഫ്. അതുകൊണ്ടാണ് ചില സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തിയിട്ടേക്കുന്നതിന്റെ അടിയിൽ ഡ്രൈവർമാർ കയറി അടിയിലും ഇരിക്കുന്നതാണ്. പിന്നെ ഇപ്പൊ ഈ സൈഡിലോട്ട് നിഴലുള്ളതുകൊണ്ട് അവിടെ സൈഡിലും ഇരിക്കുന്നതാണ് ആൾക്കാർ. അത് ക്യാബിനകത്ത് ഇരിക്കത്തേ ഇല്ല, എ സി ഇല്ലാത്ത വണ്ടിയിൽ. ഈ എഞ്ചിന്റെ ചൂടൂടെ കയറി വരും. വണ്ടി ഓടിക്കുന്നേ ഇപ്പൊ ഇന്നലെ രാത്രിയിലാണല്ലോ മിക്കവരും, പകലാണേലും ഷർട്ടൊന്നും ഇടുന്നില്ല. മിക്കവരും ഒന്നെങ്കിൽ എന്തെങ്കിലും ബനിയനോ അങ്ങനെ എന്തെങ്കിലും ഇന്നർ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടായിരിക്കും ഓടിക്കുന്നത്. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടല്ലേ ഇതിൻ്റെ അകത്തോട്ട് അടിക്കുന്നത്. അതിന്റെ അകത്ത് ഇപ്പൊ ഷട്ടൊക്കെ ഇട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് ഇരുന്നിട്ട് തന്നെ 5 മിനിറ്റ് തന്നെ ഇപ്പൊ ഇതിന്റെ അകത്ത് ഇരുന്നിട്ട് മനുഷ്യന് വേർത്തിട്ട് വയ്യ. അപ്പൊ പിന്നെ കുളിച്ച് കഴിയുമ്പോഴേ വേർത്തൊഴുകും. കുളിച്ചിട്ടും വലിയ കാര്യമൊന്നും കുളിച്ചിട്ട് കാര്യമൊന്നുമില്ല, കുളിക്കുമ്പോ തന്നെ ഭയങ്കര ഇതാ. പിന്നെ ഇനി അതും കഴിഞ്ഞ് ഇതൊക്കെ ഇട്ട് വലിയ കാര്യത്തിൽ ഡ്രസ്സ് ചെയ്തിട്ടിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ശരിക്കുവേ കേരളത്തിലുള്ള വണ്ടിക്ക് ഇപ്പൊ നമ്മുടെ വണ്ടി എല്ലാ വണ്ടി എ സി ഉള്ള വണ്ടിയാണ്. പിന്നെ കുറെ കേരള വണ്ടികളൊക്കെ കുറെ എ സി ഉള്ള വണ്ടി ഉണ്ട് താനും. വേറെ ഒരു സ്റ്റേറ്റിലും ഇത്ര എ സി ഉള്ള വണ്ടികളും ഇല്ല, ഒന്നുമില്ല. ഭയങ്കരമായിട്ട് ചൂടാ, കഷ്ടം തോന്നുന്നു അവസ്ഥകൾ വരുമ്പോഴേ. ഇപ്പൊ ഇവര് ഇറങ്ങി വരുമ്പോ ചില പറയുമ്പോ അങ്ങനെ മുഷിഞ്ഞ് ഇറങ്ങി വരുന്നു, മുഷിഞ്ഞ് ഇറങ്ങി വരുന്ന എന്നാ സാഹചര്യം കാരണം ആർക്കെങ്കിലും അങ്ങനെ ഇരിക്കാൻ താല്പര്യം ഉണ്ടായിട്ടാണ്. കുറെ വണ്ടികൾ എടുത്ത് പോകുന്നുണ്ട്, നമുക്ക് വേണേ നമുക്ക് പോകുമ്പോ
കോ ഡ്രൈവർ ഒന്ന് കിടക്കാവോ? ഞങ്ങളൊന്ന് കിടക്കാം. അതല്ല, അങ്ങോട്ട് ചെല്ലുമ്പോൾ പോലീസുകാരോട് പറഞ്ഞാൽ മതി, ഇവിടെ വാഷ്റൂം ഒന്നും ഇല്ല, ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് വേണം നിർത്തിയേക്കാന്ന് പറയാം. ഞാൻ പറയും പോവാം. എപ്പോഴാ ഇന്നലെ 4, 5, 6, 7 മണിക്ക് ഞാൻ കയറി കിടന്ന, പിന്നെ വാഷ്റൂം ഒന്നും കണ്ടിട്ടില്ല. ഇത് കണ്ടോ, ഇത് ഇച്ചിരി ഫുൾ ഓപ്ഷൻ വണ്ടിയാ. ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടിക്കാർ ഇങ്ങനെ വന്ന് കയറി പോകുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് പോയിട്ടും വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. വണ്ടികളൊക്കെ അവിടെയൊക്കെ പോയി കിടക്കുക. ഇവരെല്ലാം എടുത്തോണ്ട് പോവാ. ഇതൊക്കെ എവിടെ കൊണ്ട് ഒതുക്കിയിടും? രണ്ടും കൽപ്പിച്ച് പോവാ, മടുത്തു. അതൊക്കെ അങ്ങ് പോവാം. ഒത്തിരി വണ്ടി കയറി പോയിട്ടുണ്ട്, പക്ഷെ അവിടെയും പോയി എല്ലാം കിടക്കുവാന്ന് തോന്നുന്നു കേട്ടോ. അറിയാൻ പറ്റിയല്ല. ഓപ്പോസിറ്റ് വണ്ടി വന്നാലോ പണി. ഇതല്ലേ, ഇവിടെ വേണേൽ ഒതുക്കിക്കോ, ആ ബസ് പോയിട്ട് അങ്ങ് എടുത്താൽ മതി. ഒതുക്കില്ലാലും അങ്ങ് പോവാം. അതായത് ഈ വണ്ടി ഒതുക്കാൻ കിടക്കുന്നത്. മുന്നോട്ടേ ഒതുക്കാനിടയില്ലെന്ന് തോന്നുന്നു. മുന്നോട്ട് പറയാൻ പറ്റുകയില്ല, ഇത് കുറെ ഉണ്ടല്ലോ. ഒത്തിരി വണ്ടിയുണ്ട്. കുറേ വണ്ടികളൊക്കെ ഇപ്പോൾ കയറി പോകുന്ന വണ്ടികളാണ്. ഇതുണ്ട്, ഈ വണ്ടിയൊക്കെ ഇപ്പോൾ പോകുന്ന വണ്ടിയാണ്. ഇതുണ്ട്, ഡ്രൈവർമാർ കിടക്കുന്നുണ്ടോ ഇവിടെ നിന്ന് വണ്ടിയുടെ അടിയിൽ. ഇതേലും അതെ, ഇവിടെ കുക്ക് ചെയ്യാൻ തോന്നുന്നു. ഇതുണ്ടോ, ഇതൊക്കെയാണ് ലോറി ജീവിതം. കണ്ടോ, വണ്ടിയുടെ അടി വെച്ച് കുക്ക് ചെയ്യുക. ഇതുണ്ടോ, ഇതും വണ്ടിക്കാർ ഇതിനടിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വകയും കിട്ടത്തില്ല. കുക്ക് ചെയ്യുക. അവിടെ എങ്ങാണ്ടാ ബ്ലോക്ക് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണോ ഇവിടെ നിർത്തിയിട്ടേ അവിടെ പോലീസുകാരുണ്ട്, അവിടെ ചോദിച്ചിട്ട് വാ, ഇതിന്റെ മുന്നോട്ട് നിർത്തിക്കും. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. നോക്കിട്ട് വാ. മുത്ത് വരുന്ന ഒരു ഹെൽപ്പിന്. എന്തിനാ? പോയി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരണം. കാര്യം എന്താണ്? ഞങ്ങൾ ഇന്ന പോലെ ഞാൻ ചോദിച്ചു മനസ്സിലായി. ഞാൻ പറയുന്ന അവർക്കല്ലോ മനസ്സിലാവുന്ന. ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ കഴിഞ്ഞ വാഷ്റൂം നെയ്യേ ഞാറിടാൻ പോയപ്പോ ചേച്ചി ആംഗ്യ ഭാഷ സംസാരിച്ച് മനസ്സിലാക്കിയില്ലേ, അതുപോലെ. അത്രേ ഉള്ളൂ. അവിടെ കുറെ വണ്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് പിന്നെ ഇങ്ങനെ മുന്നോട്ട് എടുത്ത് പോന്നു. മെയിൻ ഡ്രൈവർ മുന്നേ പോയി ചോദിച്ചു. എന്നാ പറഞ്ഞേ? അത് ഞാൻ ആദ്യം ഒരു വണ്ടിക്കാരനോട് ചോദിച്ചു. അയാൾ പറഞ്ഞു നോ എൻട്രി, എത്ര മണി വരെയാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരു കടക്കാരനോട് വന്ന് ചോദിച്ചു. കടക്കാരൻ പറഞ്ഞു 12 മണി വരെയാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇവിടെ പോലീസുകാരൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ആ ഡ്രൈവർ പറഞ്ഞു മുന്നിലുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഞാൻ 100 മീറ്ററോട് നടന്നു വന്നു. അവിടെ വന്നിട്ടും പോലീസുകാരെ ആരെയും കണ്ടില്ല. പക്ഷെ വണ്ടിക്കാരും പറഞ്ഞ നോ എൻട്രി ഇല്ലാത്ത സ്ഥിരം വരുന്ന ഈ ആന്ധ്ര വണ്ടിക്കാരുണ്ട്. അവര് പറഞ്ഞു നോ എൻട്രി ഇല്ലാത്ത എന്നാന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ വണ്ടി പോകുന്നുണ്ട്. ഇത് എന്നാ സംഭവം മനസ്സിലാകുന്നില്ല. കോ ഡ്രൈവർ കിടന്നോ, ഞാൻ ഓടിക്കാം. അതെ, മുന്നേ നോക്കാൻ പോയപ്പോഴത്തേക്കേ പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് പോന്ന തിരിച്ചത്രയും നടക്കണ്ടല്ലോ എന്ന് ഓർത്ത്. നടക്കാണല്ലോ ഞാൻ നടന്നു അവിടെ വരെ. അത് ആ പൊടി പിന്നെ ഇങ്ങോട്ട് വരുന്നിടത്ത് വഴി പോയി കിടന്നിട്ട് ആ റെയിൽവേ ക്രോസിന്റെ അവിടെ എന്തൊരു പൊടിയായിരുന്നു. ഓരോ വണ്ടി വരുമ്പോഴത്തേനും പൊടിക്കകത്ത് കുളിക്കുമായിരുന്നു. അതല്ല, അവിടെ ആ റെയിൽവേ ക്രോസും ആ ഒരു 4 കൂടിയ ജംഗ്ഷനും അല്ലാതെ അവിടെ ഒരു പോലീസുകാരൻ പോലും ഇല്ല. ഈ വണ്ടിയെല്ലാം എന്തിനാ അവിടെ നിർത്തിയിട്ടേക്കുന്നതെന്ന് ഒരു പിടിപാടും ഇല്ല. 3 മണിക്കൂർ നമ്മൾ അവിടെ കിടന്നു. അതല്ലേ, ആ റെയിൽവേ ക്രോസിന്റെ തൊട്ട് പുറകിൽ തന്നെ ഒരു ലോറിക്കാരൻ കിടപ്പുണ്ട്. അയക്ക് കാണാൻ ആ ജംഗ്ഷനിൽ കൂടെ വണ്ടി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ല. അയാളുടെ പുറകില്ല ബാക്കി എല്ലാ വണ്ടിയും കിടക്കുന്നത്. പുള്ളിയോട് ഞാൻ ചോദിച്ചത് ഇതെന്നാ നോ എൻട്രി എന്നൊക്കെ. പുള്ളി പറഞ്ഞ അറിയത്തില്ല, 12 മണി വരെ നോ എൻട്രി എന്ന് പറഞ്ഞു. കോളത്തിന് പെയിന്റ് അടിച്ചേക്കുന്നുണ്ടോ? അതെ അതെ. വേറൊരു കാര്യം എന്നാന്നറിയോ, ഈ നോ എൻട്രി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ലോറിക്കാർ കയറി പോകല്ലോ പേടിച്ചിട്ട്. ഇല്ല, പോലീസ് പിടിച്ച് ഭയങ്കരമായിട്ട് ഒന്നെങ്കിൽ നല്ല പൈസ മേടിക്കും, ഇല്ല അടി കൊടുക്കും. പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ലാത്തിയും വെച്ച് അടി കൊടുക്കാൻ ചെല്ലുന്നതൊക്കെ. നമ്മുടെ അടുത്തും വരുന്നുണ്ടല്ലോ. വന്നു കഴിഞ്ഞ പിന്നെ പെണ്ണാന്ന് കാണുമ്പോഴല്ലേ ഇത് പോകുന്ന. അതിന് മുന്നേ ഭയങ്കര ദേഷ്യപ്പെട്ടല്ലേ. ഞാനടുത്ത് ലോറി ആയിരിക്കുന്നു, ട്രാക്ടറിന്റെ പറഞ്ഞ ട്രെയിലർ വലിയ ടയറൊക്കെ ഇട്ട്. ഇവിടെ ഉള്ള ഈ വണ്ടികളെല്ലാം ഡുഗ എല്ലാവേ ഫുൾ ഓപ്ഷൻ വണ്ടികളായതുകൊണ്ടോ ക്യാബിനുള്ളതാ. ഇല്ലാത്തതും ഉണ്ട്. ഡുഗ അല്ല, ജുഗാഡ്. മറന്നു പോകും എപ്പോഴും. മൺവീടുകൾ താമസം ഉണ്ടോ? ഒത്തിരി പഴക്കമുള്ള വീടുകൾ എല്ലാം കാലിത്തൊഴുത്ത ഉണ്ടല്ലേ. നമ്മളെ വരച്ചു വെക്കുന്ന പോലുള്ള വീടുകളല്ലേ, പടത്തിലൊക്കെ വരയ്ക്കുന്ന പോലെ. പൂരിയ രാവിലത്തെ എണ്ണ എല്ലാം പിടിച്ച് ഭയങ്കര. അതുകൊണ്ട് അതിലും ഭേദം പഴയം കഞ്ഞിയാണ്. കോയ ഉറങ്ങുന്നില്ല കേട്ടോ, ഫോൺ നോക്കി കിടക്കുക. ഫോൺ മേടിച്ചു വെച്ചേ. കിഴങ്ങ് അവിടെ തരം തിരിക്കാൻ തോന്നുന്നു, വിളവെടുത്തോണ്ട് വന്നിട്ട്.
ആല് വേണോ? ചുറ്റും നെൽപ്പാടവാ. ഇപ്രാവശ്യം നെൽപ്പാടം ഇഷ്ടം പോലെ കണ്ടു അങ്ങ് തൊട്ട്. ഞാറ് നടുന്നത് ഏറ്റവും കൂടുതൽ കണ്ട കാഴ്ച. എവിടാ? നമ്മള് തമിഴ്നാട് തൊട്ട് കാണാൻ തുടങ്ങിയ. അപ്പൊ ഈ എല്ലായിടത്തും ഒരേ സമയത്താണോ ഞാറ് നടുന്നത്? മഴ ഏകദേശം അവിടെ തൊട്ട് ഇങ്ങോട്ട് ഒരേപോലെ ആയിരുന്നു. ആ, ഈ ചെറിയ റോഡിലും ട്രക്ക് ലേബേ ഉണ്ട് കേട്ടോ. ഡ്രൈവർമാരെല്ലാം അവിടെ വന്ന് അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ കുളിക്കുന്നു. ഇതെല്ലാം നോക്കിയാൽ മെറ്റൽ കയറ്റിയ വണ്ടികളാണ്. എല്ലാരും തന്നെ ഇവിടെ കിടക്കുന്നത്. ഓ, ആ ബസ്സിന്റെ മുകളിലിരിക്കുന്ന കണ്ടോ ആൾക്കാര്? ബസ് വരുന്ന വരവ് കണ്ടോ? ആ, ഇവിടെ കിഴങ്ങിന്റെ സീസണാന്ന് തോന്നുന്നു. കിഴങ്ങ് ലോഡുകൾ നല്ലപോലെ പോകുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആ, അതിലെല്ലാം കിടപ്പുണ്ട്. അതിനാണോ ഇത് ഇനി നോ എൻട്രി ഉണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്നതാണോ? നമ്മുടെ പുറകെ പോരാൻ പറ. കുറേ വണ്ടികൾ അപ്പുറം കിടപ്പുണ്ടായിരുന്നു. അതുണ്ടോ? അത് വണ്ടിക്കാരാ അവിടെ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കുന്നുണ്ടോ മരത്തണലിൽ. ഇവിടെയും കുറേ വണ്ടികൾ കിടപ്പുണ്ട്. നോ എൻട്രി ആണോ എന്താ സംഭവം എന്നറിയത്തില്ല. ഇത് വല സൈഡിൽ കൂടെ വണ്ടി കയറി ചെന്ന് അവിടെ നിന്നും വണ്ടി വന്നു. അതുകൊണ്ട് പോകാൻ വയ്യാതെ നിൽക്കുകയാണ്. ആ, വണ്ടികൾ പോകുന്നുണ്ട്. ഈ വണ്ടി വലത്തോടെ കയറി ചെന്നതുകൊണ്ട് അവിടെ നിന്നൊരു വണ്ടിയും വന്ന് നിൽക്കുക. ആ, വണ്ടികളെല്ലാം പോകാൻ തുടങ്ങി. ആണല്ലോ ഈ വഴി രാത്രിക്കാണെങ്കിൽ അങ്ങ് ഓടിപ്പോകാൻ കുഴപ്പമില്ല. പകലാണെങ്കിൽ വലിയ പാടാണ്. ഇതുപോലെ വഴിയിലെല്ലാം ബ്ലോക്കും. ഇനി ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പോലീസ് പിടിച്ചിടും. പക്ഷെ നമ്മൾ ഇച്ചിരി നേരത്തെ വന്നിരുന്നെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയായിരുന്നു. ഇത് വണ്ടി അങ്ങ് നീങ്ങുന്നില്ല. ഒത്തിരി വണ്ടികൾ മുന്നേ നിൽക്കുകയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ആമ എഴയുന്ന പോലെ ശകല എഴയും. ഇവിടെയും വണ്ടികൾ മൊത്തം ഇങ്ങനെ ബ്ലോക്കായി കിടക്കുക. കുറേ നേരം ഇപ്പോൾ ഇവിടെയും നമ്മൾ കിടന്നു 1.5 മണിക്കൂർ. കുറേ വണ്ടികൾ ഒതുക്കി ഇടുന്നു, കുറേ പോകുന്നു. എന്നാ സംഭവം എന്നറിയില്ല. കോയ ഉറങ്ങുന്നില്ല കേട്ടോ. എനിക്ക് ഉറക്കം വരുന്നത് ഇവിടെ ഇരുന്നിട്ട് വെയിലടിച്ചിട്ട്. ഒരു കാര്യം ചെയ്യുന്ന കൊട്ടേറി കൊടുക്കേ. ഉറക്കം വരുന്നുണ്ടോ എന്ന് വെച്ചാൽ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉറങ്ങാനൊരു വൈബ് ആവുന്നില്ല. ആ, വൈബ് വന്നിട്ട് ഉറങ്ങിയാൽ മതി. വെട്ടം കണ്ടാ ഉറക്കം വരികയില്ല. അതെ, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടാവും ഉറക്കം. ആ, മിക്കവാറും ഇന്ന് ഉണ്ടത് ഇതുപോലെ ബ്ലോക്ക് ആയിട്ട് പോകുന്നിടത്ത്. രാവിലെ എന്നോട് പറഞ്ഞേ കാപ്പ് കുടിച്ചിട്ട് ഞാൻ ഉറങ്ങിക്കോളാന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാലേ നമ്മളെ വന്ന വഴിക്ക് നമ്മുടെ വണ്ടി തട്ടിയ സ്ഥലം കണ്ടായിരുന്നു. ആ, അവിടെ ഉണ്ടല്ലോ. ഇന്നലെ വന്നപ്പോ നമ്മുടെ സ്റ്റെപ്പ് ഒക്കെ അതേപടി ഇരിപ്പുണ്ടായിരുന്നു. സ്റ്റെപ്പ് പൊട്ടിയ സ്റ്റെപ്പ് കിടപ്പുണ്ടോ അവിടെ? സ്റ്റെപ്പ് കിടപ്പുണ്ടായിരുന്നു. കണ്ണാടി സാധനം ഒന്നും ഇല്ലായിരുന്നു. സ്റ്റെപ്പ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ പതുക്കെ നോക്കിയപ്പോ പോലീസുകാരനെ എടുത്ത ആ നടുക്കത്തെ ഡിവൈഡറിലോട്ട് ഇത് എടുത്തിട്ട് മൊത്തം ഇല്ല, അതിന്റെ പീസുകളല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ, മൊത്തത്തിലൊന്നും ഇല്ല. എടുത്തിട്ട് അപ്പൊ അതേപടി ആ കഷ്ണം അവിടെ കിടപ്പുണ്ട്. കണ്ണാടി ക്യാമറയും എവിടെ പോയെന്ന് ഒരു ഐഡിയ ഇല്ല. കണ്ണാടിയൊക്കെ പൊട്ടിപ്പോയി. കണ്ണാടി പൊട്ടിപ്പോയി. ക്യാമറ ആ വഴിക്ക് എവിടെയോ പോയി. കണ്ണാടിയുടെ പിന്നെ പുള്ളി ഇങ്ങനെ അത് പൊട്ടിയത് ഇങ്ങനെ എടുത്തിട്ടായിരുന്നു ഞങ്ങളുടെ ക്യാമറയുടെ കണ്ടുപോലും ഇല്ല. അത് എവിടെ പോയെന്നത്. കൽക്കട്ട പാസ് ആയി കഴിഞ്ഞാലേ വണ്ടി പിന്നെ ഓടി നിൽക്കുള്ളൂ. കൽക്കട്ട വരെ ഇതാ അവസ്ഥ. കൽക്കട്ട കഴിയണം. ഉറുമ്പ് അനങ്ങുന്ന പോലെ ഒരു 50 മീറ്റർ അനങ്ങും. ഇത് അവിടെ മിക്കവാറുമേ എന്ന് പറഞ്ഞാൽ അവിടെ ആ ടോളുണ്ട്. ആ ടോൾ ബൂത്തിലെ ബ്ലോക്കാന്ന് തോന്നുന്നു. ടോളെന്ന് പറഞ്ഞാൽ പഴയ ടോള്, പൈസ കൊടുക്കുന്നത്, ഫാസ്റ്റാകൊന്നും അല്ല. ആ വണ്ടി ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടി നിൽക്കുക. തിരിക്കട്ടെ, അത് അങ്ങനെ ലൈനിലേക്ക് കയറാനാന്ന് തോന്നുന്നു. ആ, എന്തേലും ആട്ടെ. ഇവിടെ ഇത് ജെൻസിന്റെ ലൈൻ മാത്രമേ ഉള്ളൂ, സ്ത്രീകൾക്ക് ലൈൻ ഇല്ല. ഞങ്ങൾക്ക് കൂടെ ഒരു ലൈൻ ഇവിടെ വേണ്ടിയതായിരുന്നു. ആ, അതിനാർക്കും ക്ഷമയില്ല. പുള്ളി ഇങ്ങോട്ട് കയറാൻ വേണ്ടി തന്നെയാന്നേ. അതാ 1 കിലോമീറ്റർ നീളമുണ്ട്. അല്ല, അതിന് നീളം കണ്ടോ? 1 കിലോമീറ്റർ നീളമാണ്. 6 വീല് വണ്ടിയുവാ. ആ, ഇവിടെ 10 രൂപയുടെ ഒരു എന്തോ സംഭവം. 10 രൂപ. എന്നതാ എല്ലാം മനസ്സിലായി. ആ, എല്ലാം മനസ്സിലായി. അതൊരു വീഡിയോ എടുക്കാനാ. ദീദി ലെഫ്റ്റ് പോട്ടെ ദീദി. ലോച്ചൻ ദാസ് സേതുവിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. സന്ധ്യ എപ്പോഴാണ് നമ്മൾ സന്ധ്യക്ക് രാജ്ഗ്രാം 137, ബെരംപൂർ 90, കണ്ടി 57, ഫുറ്റിസാങ്കോ 23, ബർദവാൻ 37, മിഡ്നാപൂർ 241. കോ ഡ്രൈവർ ആദ്യമായിട്ടൊരു പൈനാപ്പിൾ എത്തുക. ആഹാ, ഏതെങ്കിലും ബ്ലോക്കാ. എന്നാ പിന്നെ ഇച്ചിരി പൈനാപ്പിൾ ചെത്തി തിന്നേക്കാം. ഭയങ്കരമായിട്ട് കുലുക്കുന്നുണ്ട് വണ്ടി. കുതിരപ്പുറത്ത് പോകുന്നു അല്ലേ?
അടുത്ത വണ്ടി വരുന്നുണ്ട്. അതാ വണ്ടി വരുന്നുണ്ട്. അതാ വണ്ടി വരുമ്പോഴാണ് കൂടുതൽ കുലുങ്ങുന്നത്. ആ താഴെ പോവാ. താഴെ കണ്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതെ, പാടവാ. ഇതെല്ലാം കാലി വണ്ടിയാ. ലോഡും വണ്ടിയാ പോന്നെങ്കിൽ ഇച്ചിരി കൂടുതൽ കുലുങ്ങും. ആദ്യത്തെ വണ്ടി പോയപ്പോ നല്ല കുലുക്കായിരുന്നു. റോഡുള്ളതുകൊണ്ട് പാലത്തിന്റെ അടിയിലെല്ലാം കൃഷിസ്ഥലമാണല്ലോ. ഓ, പാലത്താൽ ഭയങ്കര ബ്ലോക്കാണ്. എനിക്കൊന്ന് ആ ടോളിൻ്റെ അവിടുത്തെ താമസമാണോന്നറിയില്ല. ഇത് ഭയങ്കര ബ്ലോക്കാണ്. നല്ല വെയിലാ. ഈപ്പൊക്കെ അവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ട്, ഇളകുന്നുണ്ട്. പാലം മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. അതുകൊണ്ട് വണ്ടി ഓടി മാറാൻ ഒരുപാട് സമയമെടുക്കും. അതെ, അത് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെതാ ഞങ്ങൾ കഴിച്ചോളാം. കുലുക്കുന്നുണ്ടോ? ഇന്നല്ലേ ഇതെല്ലാം കൂടെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ അവിടെ താഴെ കിടക്കൂലേ? ഓ, അങ്ങനെ പോകത്തൊന്നുമില്ല. അത് ബെയറിംഗാന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അതുകൊണ്ട് കുലുങ്ങുന്ന. എനിക്ക് കുലുങ്ങുമ്പോ പെട്ടെന്ന് ബലശയ ഓർമ്മ വരുന്ന, ബെയറിംഗൊന്നും അല്ല. ഞാൻ ചെയ്ത് തന്നോണ്ട് ടേസ്റ്റ് കുറച്ച് കൂടുതലില്ലേ? മധുരം കൂടുതലുണ്ടല്ലേ? നദി കലങ്ങി മറിഞ്ഞ് കിടക്കാം. ഇവിടെയൊക്കെ മഴ മാറിയിട്ട് തെളിവായിട്ട് ഇപ്പൊ കണ്ട ഇന്നലെ തൊട്ടങ്ങാണ്ട് തെളിയാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. പാലത്തിലേ കുറച്ച് ആൾക്കാരുടെ കുറവുണ്ടായിരുന്നു. ആ, എല്ലാരും ഉണ്ടല്ലോ. ആട് മാട് പോത്തെല്ലാം ഉണ്ടല്ലോ. ഈ പാലത്തിന്റെ ടോളാണ് ഇവിടെ. എനിക്കൊന്ന് 75 രൂപ എന്ന് തോന്നുന്നു. 75 രൂപ. ഇതല്ലേ വേണ്ട, പൈസ കൊടുക്കോ. ഇവിടുത്തെ തിരക്കാണ്. ഇതിന്റെ തിരക്കായിരുന്നു. അതിന്റെ തിരക്കായിരുന്നു. ഈ ബ്ലോക്ക് ഇങ്ങനെ അങ്ങോട്ട് റോഡ് കിടക്കണ്ടോ? ഈ 75 രൂപയുടെ ടോളിനെ ഇത്രയും വണ്ടികൾ ഇങ്ങനെ നിൽക്കുമ്പോ എത്ര രൂപയുടെ ഡീസൽ ആയിരിക്കും അല്ലേ കത്തി? പിന്നെ എന്തേരം ഡീസലാ തീരുന്നേ? അതും എല്ലാം വലിയ വണ്ടികളല്ലേ. അതാ ഞാൻ ആലോചിച്ച 75 രൂപയുടെ ടോളും. 75 രൂപയുടെ ടോൾക്ക് തന്നെ നമുക്കൊരു പറഞ്ഞ 1000 രൂപ ഡീസൽ കത്തിയിട്ടുണ്ടാവും. അത് നമ്മുടെ ഒരു വണ്ടിയുടെ മാത്രം. അപ്പൊ ഈ ഇത്രയും വണ്ടികൾ നിൽക്കുമ്പോൾ എന്തേരം ഡീസലാണ് വെറുതെ കത്തിപ്പോന്നേ. ഇവിടെ ഇതേ അടുത്ത പോലീസുകാർ ഇങ്ങോട്ട് ഒതുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വണ്ടിയെല്ലാം പിടിച്ചിടുക അല്ലേ, വണ്ടിയെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അടുത്ത ബ്ലോക്കിൽ വന്ന് കിടക്കുകയാണ്. ഇനി എപ്പോൾ ഇവിടുന്ന് മോചനം കിട്ടുമെന്ന് അറിയത്തില്ല. ബ്ലോക്കല്ല, അത് പോലീസുകാർ തടഞ്ഞിട്ടേക്കുന്ന. എനിക്ക് തോന്നാൻ എപ്പം വിടുമെന്ന് ഒരു പിടിയില്ല. വണ്ടി ഇവിടെ ഒതുക്കി ഇടാൻ പറഞ്ഞു. ഒതുക്കി ഓഫ് ചെയ്തിട്ടിട്ടോ പറഞ്ഞു. അതെ, നമ്മൾ കുറച്ച് നേരം സ്റ്റാർട്ടിങ് നിൽക്കുന്ന കണ്ടപ്പോൾ അവരെന്ന് വെച്ച് പറഞ്ഞു ഡീസൽ കത്തിക്കണ്ട, നിർത്തിക്കോ, എന്നിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. രാത്രി 10 മണിക്ക് വന്നാന്ന് അവര്. നൈറ്റ് 10 മണിക്ക് വന്നാ? അയ്യോ, ബർദ്ധമാനിൽ എന്താ ബ്ലോക്ക്? അവിടെയാ? നമ്മുടെ ഒരു ഫാമിലി മെമ്പറാ അവിടെ. പിന്നെ എന്തോ യാത്ര പോകുന്നുണ്ട്, ക്ഷേത്രത്തിലേക്ക് പോകുന്നതായിരിക്കും നമ്മൾ കണ്ട പോലെ. അതുകൊണ്ടാണെന്ന് ഇത്രയും ബ്ലോക്ക്. ഓ, ഇന്നലെ വന്നാന്ന് ഇവര്. എൻ്റെ 10 മണിക്ക് വന്ന വേറെ ഇവിടുന്ന് ഇനി അങ്ങോട്ടാന്ന് ബ്ലോക്ക് മൊത്തം. ഇതൊന്നും ആയില്ല, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഭയങ്കര ബ്ലോക്കാ, ഒരു രക്ഷയില്ല. എപ്പം ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഏകദേശം ഒരു 40 കിലോമീറ്റർ ഉണ്ട് ഇനി ഇങ്ങോട്ട് ബർദ്ധമാൻ എത്താൻ. അവിടെ വരെ ബ്ലോക്കാന്ന് അണ്ണൻ പറഞ്ഞത്. അപ്പോഴേ മുന്നേ കിടന്ന വണ്ടിയൊക്കെ പോയി. ഒരു പയ്യൻ സൈഡിൽ കൂടെ വന്നു വെച്ചാൽ ഇതേ വണ്ടി എടുക്കുന്നു പറഞ്ഞപ്പോഴേ ഞാനും അറിയുന്നത്. പിന്നെ വണ്ടി കിടന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പിന്നെ ശ്രദ്ധിച്ചില്ല. മെയിൻ ഡ്രൈവർ കിടന്ന് ഉറങ്ങിപ്പോയി. ഫ്രണ്ടിലത്തെ വണ്ടികളെല്ലാം പോയിട്ട് കുറച്ചു നേരം ആയോ? അതായെന്ന് തോന്നുന്നു. മറ്റേ ലോറിക്കാരനതേ തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട്. കുറച്ച് ആ വണ്ടി മുന്നിലുണ്ട്. അതെന്നാന്നറിയോ, അത് ലൈറ്റിലോടുള്ള വണ്ടി. അതാ അത് പെട്ടെന്ന് പോയത്. ആ വണ്ടിയുടെ കൂടെ തന്നെ നമ്മൾ എടുത്താ. ഒത്തിരി അങ്ങൊന്നും പോയില്ല. അതേ മുന്നിലുണ്ട് വണ്ടികളെല്ലാം തന്നെ. ഇന്ന് കുറച്ചു നേരം തീർന്നു കിട്ടുമെന്ന് വിചാരിച്ച അതും കിട്ടിയില്ല. അവിടെ ഒരു കടയുണ്ട്. ഇവിടെ കുറെ നേരം കിടക്കുമെന്ന് നോക്കാം. കുറെ നേരം കിടന്നാ ഇവിടുന്ന് കഴിക്കാം. എന്നാ കഴിക്കാനുള്ള അതാണ് വിഷയം. നോക്കാം, അതിന് ചോറും കറിയൊക്കെ ഉണ്ടാവായിരിക്കും. അവിടുന്ന് ഇതേ കുറച്ചുകൂടെ വന്ന് ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ഒരനക്കവും ഇല്ല. ഇങ്ങോട്ട് കുറച്ച് വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഇത് മാൽഡ പോകുന്ന ബസ്സാണ് തോന്നുന്നു. മാൽഡാന്ന് എഴുതിയേക്കുന്നതെന്ന് തോന്നുന്നു. ഒരു പ്രൈവറ്റ് ബസ് വരുന്നുണ്ട്. അതിന് മുകളിൽ എത്ര ആൾക്കാരെ ഇരിക്കുന്നതെന്ന് നോക്കി. എന്നാ ഹൈറ്റിലാ. ഇതൊന്നും ഇവിടെ ഒരു സേഫ്റ്റിയുടെയും പ്രശ്നമില്ല. ബംഗാൾ വണ്ടി അല്ലാതെ വെളിയിൽ നിന്ന് വരുന്ന വണ്ടികൾക്കെല്ലാം നിയമമെല്ലാം ഭയങ്കര ബാധകമാണ്. ബ്ലോക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക്. അതെ, ഈ കാറുകാരൻ്റെ ടയറും പഞ്ചറായി. ഡിസ്കാല ഓടിച്ചോണ്ട് പോവാ. ഈ സൈഡിലോട്ട് ഒതുക്കിയിട്ട് ടയർ മാറാനുള്ളതിന് അതേ തന്നെ പോകാൻ തോന്നുന്നു. ഇപ്പോൾ ഏതൊക്കെയായാലും
രണ്ട് സൈഡും വണ്ടി പോകുന്നുണ്ട്. എന്നാ ബ്ലോക്കായിരുന്നു. എത്ര ദൂരം പോകുന്നൊന്നും പറയാൻ പറ്റിയല്ല. ക്ഷേത്രത്തിലോട്ടുള്ളേ എന്തോ തീർത്ഥാടകരുടെ എന്തോ യാത്ര എങ്ങാണ്ട് പോകുന്നുണ്ട് ഇതിലെ റോഡിൽ കൂടെ, അപ്പുറം എങ്ങാണ്ട്. അതാണ് ഈ ബ്ലോക്കിന് കാരണമെന്നാണ് പറയുന്നത്. ഒരുറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പതുക്കെ. ഉറങ്ങിയോണ്ട് ക്ഷീണ. എത്ര നേരം ചുമ്മാ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ ചുമ്മാ കിടന്നത്. കിടന്നപ്പോ അങ്ങ് ഉറങ്ങിപ്പോയി. തന്നോട് എത്ര ആവശ്യം ഉറങ്ങാൻ ആവശ്യമില്ലാഞ്ഞിട്ടാ. പകൽ ഉറക്കം വരത്തില്ല എനിക്ക്. എനിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാ കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കെ ഞാൻ ഉറങ്ങി. കുക്കുംബർ ചെത്തി കഴിയാം. എന്തേലും ചെത്തി എടുക്ക്. ഇത് രാവിലെ പഴയകഞ്ഞി ഉണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു. ഇങ്ങോട്ട് നോക്കി. അതെന്തോ, അത് കച്ചിയാണോ ധാന്യപ്പരിയാണോ? അത് നല്ല രസമല്ലേ. കച്ചി ആയിരിക്കല്ലോ, ധാന്യമായിരിക്കും. കയറാന്ന് തോന്നുന്നു ചുറ്റി കെട്ടി വെച്ചേക്കുന്നത്. കയറൊന്നുമല്ല, കയറ് പോലെ ആയിരിക്കും. അതന്നെ ആ കച്ചി കയറ് പോലെ പിരിച്ചേക്കുന്ന. അങ്ങനെയാന്ന് തോന്നുന്നു. ആ ബസ്സിന്റെ മുകളിലോട്ട് നോക്കിയേ, ആൾക്കാർ കിടക്കുക, ഉറങ്ങുക തോന്നുന്നു. ട്രെയിനിന്റെ സംഭവങ്ങളാന്ന് തോന്നുന്നു. അതെ 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 അതെ. ഇവിടെ എല്ലാം മൺവീടുകളാണ്. ഇതൊക്കെ ഒത്തിരി പഴയ വീടുകളാണ്. എല്ലാ വീടുകളിലും താമസമൊന്നും ഇല്ലെന്ന്. അത് പുതിയ കടയാണല്ലോ, ഒത്തിരി പഴയതൊന്നും അല്ല. ആ പുല്ല് കണ്ടോ എന്നാ തിക്കായിട്ടാ മേഞ്ഞേക്കുന്നതെന്ന്. അതുകൊണ്ട് എല്ലാവരും വന്ന് കവലക്ക് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക. നമ്മൾ പണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്നൊരു കാഴ്ച ഇപ്പോഴും ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആയില്ലേ. ഒരു വണ്ടി വരുന്നുണ്ടോ? പാത്രം വണ്ടിയോ? പാത്രം. എത്ര പേരാന്ന് നോക്കിയേ. ഇതെല്ലാം കാരണവന്മാരാണല്ലോ അവിടെ ഇരുന്നല്ല. ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും. അതെ. ഞാൻ മുമ്പ് വെള്ളം മേടിക്കാൻ ഒരു കടയിൽ ചെന്നേ, ഹിന്ദി സംസാരിച്ചു. പുള്ളി പറഞ്ഞു 5 രൂപ ചില്ലറ തരാൻ മലയാളത്തിൽ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു കേരളത്തിൽ ജോലി ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പുള്ളി പറഞ്ഞു കേരളത്തിലുണ്ടായിരുന്നു, കാസർഗോഡോ കണ്ണൂരോ അങ്ങാണ്ടെല്ലാം ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്ന ബ്ലോക്ക് മാറിയെന്ന് തോന്നുന്നു, മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു. എത്ര പേരാന്ന് നോക്കി, അകത്തുള്ളേക്കാട്ടില്ല ആൾക്കാർ മുകളിലാണല്ലോ. ഏക്കാലേ ബ്ലോക്ക് മാറിയ ലക്ഷണമാണ്. അപ്പം നമ്മൾ ഇന്ന് 8 മണിക്കൂർ ബ്ലോക്കിൽ കിടന്നു. ഒരു 15 കിലോമീറ്റർ ഓടിക്കാണോ 8 മണിക്കൂർ കൊണ്ട്. ഇവരെല്ലാം അമ്പലത്തിലേക്ക് പോകുന്നവരാണ്. ആണെന്ന് തോന്നുന്നുണ്ടോ? മൈക്ക് സെറ്റും ഒക്കെയാ. നമുക്കേ ഇവിടുന്ന് കുറച്ച് ഡീസൽ മേടിക്കാം, പിന്നെ നിങ്ങൾക്ക് വാഷ്റൂമിലൊക്കെ പോവുകയും ചെയ്യാം. ഡീസൽ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കൊന്നും ഒന്നിനും പോണം. ഇപ്പോഴാണ് സമാധാനമായി. രാവിലെ തൊട്ടൊരു വാഷ്റൂം നോക്കുന്ന എന്തോ ഒരു അവസ്ഥകളാണ്. വാഷ്റൂം നോക്കാൻ വണ്ടി ഓടിയാലല്ലേ മുന്നോട്ട് പോയി എവിടെയെങ്കിലും നോക്കാൻ പറ്റുള്ളൂ. അല്ല, ഞങ്ങൾ ആദ്യമേ രാവിലെ എണീറ്റപ്പോൾ ഞങ്ങൾ 2-3 കണ്ട, പക്ഷെ അതൊന്നൊരു നല്ലല്ലായിരുന്നു. പക്ഷെ ഇത് നല്ലായിരുന്നു കേട്ടോ, നല്ല നീറ്റായിരുന്നു. നമ്മളെ ഡീസൽ അടിക്കാൻ നിർത്തിയ സമയത്തിന് ഒത്തിരി വണ്ടികൾ പോയി. ഒരുപാട് വണ്ടി പോയായിരുന്നു. ബ്ലോക്ക് മാറിയ ലക്ഷണം. ആരും ഷർട്ടൊന്നും അത് ഇടത്തേ ഇല്ല. ഈ ആവി കാരണം അല്ലേ. ഇവിടെ താമസിക്കുന്ന വെച്ചാൽ പാടാ കേട്ടോ ഈ സമയത്ത്. അതെ, ബ്ലോക്കൊന്നും മാറിയിട്ടില്ല. അതെ, അവിടെ നിൽക്കുക വണ്ടികളെല്ലാം. അതല്ലേ ദൈവമേ, പോയ വണ്ടികളെല്ലാം തന്നെ അവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഇതും ഫുൾ ഓപ്ഷൻ വണ്ടിയാ കേട്ടോ. പുരോഗമനമുണ്ട്. അതെ, അല്ലെങ്കിൽ ക്യാബിൻ പോലും ഇല്ലായിരുന്നു. ആ മരം കളയാതെ അല്ലേ അവരാ വീട് വെച്ചേക്കുന്നുണ്ടോ? അതെ, അത് വീടല്ല, അത് കടയാ, ഹോട്ടലാ, ധാബയാ, ധാബ. അല്ല, ഡ്രൈവർമാരൊക്കെ വണ്ടി നിർത്തി കുളിക്കുന്നു. 6-ാം മൈൽ. 6-ാം മൈൽ ഇവിടെയുണ്ട്. ഇന്നലെ 18-ാം മൈൽ ഉണ്ടായിരുന്നു. ആണോ? ഞങ്ങൾ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടു. വണ്ടി ഓടിക്കണം, ഇപ്പോഴേ കാണത്തുള്ളൂ. എല്ലാം വണ്ടിക്കാർ അവിടെ എല്ലാം കിടന്ന് മടുത്ത് ഇവിടെ വന്ന് ചായ കുടിക്കാനൊക്കെ നിർത്തിയേക്കുന്നത് ഈ വണ്ടികളെല്ലാം. ഇന്നത്തെ ദിവസം പോയി. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ ഒരു 50 കിലോമീറ്റർ തയ്ച്ച് ഓടിയിട്ടില്ല. ഹൈവേ പോയി കയറിയാൽ മാത്രമേ ഇത് തീർന്നോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഹൈവേയിലും ഇങ്ങനെ ആണെങ്കിൽ പിന്നെ ഇന്നത്തെ കാര്യം ഗോവിന്ദായിരിക്കും. സന്ധ്യ ആകുമ്പോഴത്തേനും അവിടെയും തിരക്കായിരിക്കും മിക്കവാറും. ഈ മതിലെല്ലാം മണ്ണ, മൺകട്ട വെച്ച്. പഠിപ്പുര. അത് പഠിപ്പുരയുള്ള വീട് കണ്ടോ. ചായ വേണോ? ചായ വല്ലതും കുടിക്കുന്നുണ്ടോ? അവിടെ ഏതാണ്ടൊക്കെ ചെറുകടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്നാണല്ലോ നല്ല കാഴ്ചയായിരുന്നു, ചുറ്റും പാടോ എങ്ങോട്ട് നോക്കിയാലും. കുഞ്ഞിക്കടയല്ലേ, എല്ലാം ചെറിയ ചെറിയ കടകളാണ്. എല്ലാവരും എന്നാലും കടയ്ക്കൽ വന്നിങ്ങനെ വൈകുന്നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു. എല്ലായിടത്തും അതെ, പഴയ ചായക്കടകളൊക്കെ കണ്ടോ. ചായ കുടിക്കാൻ നല്ല തിരക്കാണല്ലോ ഇപ്പൊ. പലഹാരങ്ങളൊന്നും അധികം വെച്ച് കാണുന്നില്ല. ഏണ്ടൊക്കെ ചെറിയ 1-2 ഐറ്റം ഒക്കെ ഉണ്ട്.
കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറോളമായി. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ മാറി ക്യാമറാമാൻ ഉറങ്ങാൻ കിടന്നു. വണ്ടി പതുക്കെ നീങ്ങാൻ തുടങ്ങി. വീണ്ടും കുറച്ചങ്ങ് വണ്ടി അനങ്ങും, പിന്നെ നിൽക്കും, പിന്നെ അനങ്ങും. ഇത് തന്നെ. ട്രെയിൻ ഇഷ്ടം പോലെ പോകുന്നുണ്ട്, അങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് കയറാറായി. ഇപ്പോൾ ഇത് ആ മേളിൽ കൂടെ പോകുന്ന ഹൈവേയിലോട്ട് കേട്ടോ നമുക്ക് ഇരുന്ന് കയറണ്ടേ, NH19. അപ്പോൾ നമ്മളങ്ങനെ വന്ന് NH19 കയറി. അതെ, നീണ്ട മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം ഡ്രൈവർ വണ്ടി ഒതുക്കൂ, വണ്ടി ഓടിക്കാൻ വേണ്ടി ഇങ്ങനെ ഏറ്റവും റെഡി ആയിട്ടിരിക്കുക. അതെ, ഇത്രയും നേരം വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഓടിച്ചുകൊണ്ട് വന്നത്. ഇപ്പം നല്ലൊരു വഴിയിലോട്ട് കയറി ഇപ്പം മാറിക്കോളാൻ. അതുകൊണ്ടാ 13 മണിക്കൂർ വെച്ചോ എടുത്തു നമ്മൾ. അതെ അതെ അതെ. ഇന്നലെയല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങോട്ട് പോയപ്പം ഫറാക്കായിൽ കിട്ടിയ പോലെ തന്നെ ഒരു പണിയായി പോയത്. അതെ അതെ. ഇവിടെ ഈ ബ്ലോക്ക് കിട്ടിയില്ലായിരുന്നെങ്കിലുണ്ടല്ലോ നമ്മളിപ്പം ബംഗാൾ ഓടിത്തീർന്ന് ഒഡീഷ കയറാൻ. അതെ അതെ, ഇന്ന് രാത്രി കൊണ്ട് ഒഡീഷയും പാസ്സാകായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഡ്യൂട്ടിയൊക്കെ മാറി മൊത്തതേ ഉറങ്ങാൻ കിടന്നു. കൊൽക്കത്തയ്ക്ക് ഇനി എത്ര കിലോമീറ്റർ കൂടെ ഉണ്ട്? 100 കിലോമീറ്റർ. ഇനി കൊൽക്കത്തയൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയേ. കൽക്കത്ത പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നല്ല സ്മൂത്തായിട്ട് പോകും. ചേട്ടായി കിടന്നുറങ്ങിയപ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പുള്ളിക്കാരൻ സൈഡിൽ വന്നിട്ട് എന്തോ എന്നോട് ചോദിച്ചു. ഞാനുണ്ടെങ്കിൽ ഗ്ലാസ് കാത്തപ്പം എന്നോട് ചോദിക്കുക, മറ്റേ സിഗരറ്റോ വീഡിയോ ഏതാണ്ടോണ്ടോന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഗ്ലാസ് കത്തിച്ചിട്ടേ പുള്ളിയോട് ചോദിച്ചു എന്നാന്ന് ചോദിച്ചു. അന്നേരത്തേനും പുള്ളി എന്നെ ശരിക്കും കാണുന്നില്ല, വണ്ടിക്കകത്ത് ഇരുട്ടല്ലേ. ആദ്യം ഓർത്ത് ആണുങ്ങളാന്ന് ഓർത്ത് ചോദിച്ചത്. അത് ചോദിച്ചു ഞാൻ നല്ലപോലെ തലവെളിയിലോട്ട് ഇട്ടപ്പോഴത്തേനും പുള്ളിക്ക് മനസ്സിലായത്. ഉടനെ പുള്ളി എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചിരിയെ, എന്നിട്ട് ചോദിക്കുക കടിച്ചില്ലാത്തേ എന്ന് പറഞ്ഞു. ഉടനെ അങ്ങ് ചിരിച്ചോണ്ട് പിന്നെ അങ്ങ് പോയി. ചെറിയൊരു ടോൾ ബൂത്താണ്. ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. അതെ, ചെറുതല്ല കേട്ടോ, ഭയങ്കര ടോൾ ബൂത്ത്. അങ്ങോട്ട് ഒത്തിരി ഉണ്ട്. ഒരു സൈഡ് തന്നെ 10-12 ലൈനുണ്ട്. ഈ ഹൈവേ നല്ല തിരക്കുള്ള ഹൈവേ. അത് എന്ത് ടാങ്കറുകളാണ് നിർത്തിയിട്ടേക്കുന്നത് നോക്കി. എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ പോയേക്കാൻ ഡ്രൈവർമാർ. ഇവിടെയും ടാങ്കർ തന്നെ കിടക്കുന്നത്. എന്ത് ലോറികളാണ് നിർത്തിയിട്ടേക്കുന്നത് നോക്കിയേ. താഴെയൊക്കെ ഓരോ ധാബകളുണ്ട്, ചെറിയ ചെറിയ ഹോട്ടലുകൾ. നമ്മളിത് ധൻകുനി എത്തി. കൊൽക്കത്ത ലെഫ്റ്റിലേക്ക് പോകും. ഖരഗ്പൂരും കൊലാഘട്ടൊക്കെ നേരെ പോകും. ഖരഗ്പൂരാണ് നമുക്ക് പോകണ്ടേ. കൽക്കട്ടയ്ക്ക് കയറിപ്പോകുന്ന വണ്ടികൾ അതിലേ പോകും, നമുക്ക് നേരെ പോകും. അപ്പോൾ ഇത് ഇവിടെ വന്ന് നമ്മൾ NH16 കയറി. അത് ചെന്നൈ 1665 കിലോമീറ്റർ. NH16 നമ്മൾ കയറുന്നത്. വഴി പോയി കിടക്കുക കുറേ ദൂരം. അതെ, ഖരഗ്പൂർ നേരെ. ഇപ്പോൾ നമ്മൾ NH16 കയറി. ഇത് ശരിക്കും കൽക്കട്ടയാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു കുറച്ച് കയറിപ്പോയാൽ കൽക്കട്ട ടൗണാണ്. സമയം 12:30 ഒരു കോഫി കുടിച്ചിട്ട് അങ്ങ് പോവാം. ബംഗാൾ ഓടി തീരാറായി. ഇനി ഒരു 10-50 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഡീസൽ ഫുള്ളാക്കാവുന്നതുകൊണ്ട് ഡീസൽ ഫുൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സമയം 3 മണിയായി. എന്നാൽ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പോകാമെന്നോർത്ത് ഇവിടെ ഒരു പമ്പിൽ കയറ്റി ഒതുക്കി പാർക്ക് ചെയ്തു. വെളുപ്പിനെ ആയിട്ട് പോകാം, രാവിലെ ആയിട്ട് പോകാം.